നമസ്കാരം. ADM ആയിരുന്ന നവീൻ ബാബുവിന്റെ മരണം CBI അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് റാന്നി MLA അഡ്വക്കേറ്റ് പഴകുളം മധു മുഖ്യമന്ത്രിക്ക് കത്തു നൽകി. മണിയാർ ഡാം സർക്കാർ ഏറ്റെടുക്കണം, ശബരിമല യുവതീ പ്രവേശന വിഷയത്തിൽ സമരം ചെയ്തവർക്കെതിരെ ചുമത്തിയ എല്ലാ കേസുകളും പിൻവലിക്കണം എന്നീ ആവശ്യങ്ങളും അദ്ദേഹം കത്തിൽ ഉന്നയിച്ചു. തെരഞ്ഞെടുപ്പ് കാലത്ത് നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് MLA ആയി സത്യപ്രതിജ്ഞ ചെയ്തതിന് തൊട്ടു പിന്നാലെ തന്നെ അദ്ദേഹം 3 ആവശ്യങ്ങൾ ഉന്നയിച്ച് മുഖ്യമന്ത്രി VD സതീശന് കത്ത് നൽകിയത്. ശബരിമല വിഷയം പ്രധാന പ്രചരണ ആയുധമാക്കി തെരഞ്ഞെടുപ്പിൽ വിജയിച്ച ആളാണ് അഡ്വക്കേറ്റ് പഴകുളം മധു. സ്പീക്കർ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടൻ തന്നെ റാന്നി നിയോജക മണ്ഡലത്തിലെ 2 പ്രധാന പ്രശ്നങ്ങൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെയും അതുപോലെ വിദ്യുച്ഛക്തി മന്ത്രിയുടെ ശ്രദ്ധയിൽ ഞാൻ കൊണ്ടുവരികയുണ്ടായി. ഒന്നാമത്തെ കാര്യം, ശബരിമല യുവതീ പ്രവേശവുമായി ബന്ധപ്പെട്ട് നടന്ന നാമജപ ഘോഷയാത്രയിലും തുടർ സമരങ്ങളിലും പങ്കെടുത്തവർക്കെതിരായി ധാരാളം കേസുകൾ സംസ്ഥാന ഗവൺമെന്റ് പിണറായി സർക്കാർ ചെയ്തിട്ടുണ്ട്. ആ കേസുകൾ മുഴുവൻ അവരുടെ ജാതി മതമോ രാഷ്ട്രീയ പാർട്ടി വ്യത്യാസമോ നോക്കാതെ ആ കേസുകൾ മുഴുവൻ അത് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ട നിവേദനമാണ് ആദ്യത്തെ ഞാൻ മുഖ്യമന്ത്രിക്ക് കൊടുത്തത്. രണ്ടാമത്തെ നിവേദനം മണിയാർ ജലവൈദ്യുത പദ്ധതിയാണ്. ആ ജലവൈദ്യുത പദ്ധതി കഴിഞ്ഞ 30 വർഷക്കാലത്തിന് മുമ്പ് ഒരു തമിഴ്നാട് കേന്ദ്രീകൃതമായിട്ടുള്ള കാർബോറാണ്ടം യൂണിവേഴ്സൽ ലിമിറ്റഡിന് സ്വകാര്യ കമ്പനിക്ക് 30 വർഷക്കാലത്തേക്ക് പാട്ടത്തിന് കൊടുത്തിരുന്നു. അത് ഒരു എഗ്രിമെന്റിന്റെ അടിസ്ഥാനത്തിലാണ്. ആ എഗ്രിമെന്റ് 2024 അവസാനിച്ചു. പക്ഷെ അതിനുശേഷം സർക്കാർ ഏറ്റെടുക്കുന്നില്ല. ഒരു യൂണിറ്റിന് 50 പൈസയ്ക്ക് താഴെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന മണിയാർ ജലവൈദ്യുത പദ്ധതി 2024 ഡിസംബർ മുതൽ ഒരു നിയമത്തിന്റെയും പിൻബലമില്ലാതെ കരാർ കാലാവധി കഴിഞ്ഞ് സ്വകാര്യ കമ്പനി വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് പണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ് അത് കാണാതെ പോയി. അത് വലിയ അഴിമതി അതിൽ പിന്നിൽ നടന്നിട്ടുണ്ട്. ആ അഴിമതി കണ്ടെത്തണം. അടിയന്തരമായി മണിയാർ ജലവൈദ്യുത പദ്ധതി ഗവൺമെന്റ് ഏറ്റെടുക്കണം. 2024 ഡിസംബർ കാലാവധി അവസാനിച്ച ആ നാൾ മുതൽ അവിടെ ഉൽപ്പാദിപ്പിക്കേണ്ട വൈദ്യുതിക്ക് മാർക്കറ്റ് വാല്യൂ കണക്കാക്കി പിഴ ഈടാക്കണം തുടങ്ങിയ 3 ആവശ്യങ്ങളാണ്. അതുപോലെ തന്നെ ഈ ഡീലുമായി ബന്ധപ്പെട്ട അഴിമതിയൊക്കെ അന്വേഷിക്കണം. ഈ 3 കാര്യങ്ങളാണ് മണിയാറിനെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞിട്ടുള്ളത്. മറ്റൊന്ന്, കണ്ണൂർ ADM ആയിരിക്കെ ദുരൂഹമായ സാഹചര്യത്തിൽ മരണമടഞ്ഞ നവീൻ ബാബുവിന്റെ മരണം CBI അന്വേഷിക്കണം എന്ന ആവശ്യമാണ്. ഈ 3 ആവശ്യത്തോടും മുഖ്യമന്ത്രിയും വൈദ്യുത മന്ത്രി ശ്രീ സണ്ണി ജോസഫും വളരെ അനുഭാവപൂർവമായ നിലപാടാണ് എന്നോട് സ്വീകരിച്ചത്. അടുത്ത ആഴ്ച ശ്രീ നവീൻ ബാബുവിന്റെ കുടുംബം മുഖ്യമന്ത്രിയെ കാണുന്നുണ്ട്. അപ്പോൾ ഈ 3 ആവശ്യങ്ങളിലും ഇത് റാന്നിയുടെ പ്രധാനപ്പെട്ട ആവശ്യങ്ങളാണ്. ഇതുമായി ബന്ധപ്പെട്ടുള്ള നിവേദനമാണ് ഇനി ഞാൻ നൽകിയത്. സത്യപ്രതിജ്ഞ കഴിഞ്ഞ ഉടൻ തന്നെ ഈ നിവേദനം ബഹുമാനപ്പെട്ട മന്ത്രിമാർ കൈമാറുകയായിരുന്നു.